അങ്ങനെ നമ്മൾ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറേ ദൂരം വന്നപ്പോൾ ഇവിടെയാണ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ സ്ഥലം കിട്ടിയിട്ടാ. നമ്മൾ അങ്ങനെ നേരെ പോകുന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കാണാനാണ് പോണേട്ടാ. അപ്പോഴാണ് നമ്മൾ കുറേ ആൾക്കാരെ കണ്ടേട്ടാ. അപ്പോൾ അവരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരിവിടെ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് വന്ന വഴിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പോകണൊക്കെയൊക്കെ ആൾക്കാരോട് വഴിയൊക്കെ ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇവർ ട്രൈബ്സ് ആണ്. ഇവരിവിടെ വർക്കും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണേട്ടാ. നമ്മൾ പോണ റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് ശരിക്കും നമ്മൾ എന്താ പറയുക, കേരളത്തിലൊക്കെ വന്നൊരു ഫീലാണ്. ഫുള്ള് റബ്ബർ കൃഷിയാണ്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയേട്ടാ. ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പരിസരത്തുള്ള ആൾക്കാർ മെയിനായിട്ട് വന്നത് ഇവിടെ ഉണ്ടായി. ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പാന്നാണ് പറഞ്ഞത്. കാരണം ഈ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് കുളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ കുളിച്ചില്ല കേട്ടോ, കാരണം വെള്ളം നല്ല രീതിയിൽ കലങ്ങി കിടക്കുകയാണ്. അങ്ങനെ ഇവർ കുളിച്ച് കഴിഞ്ഞിട്ട് കയറി വന്നതാണ്. കാരണം ഉമ്മാരൊക്കെ നല്ല പണിയെടുക്കേണ്ട കേട്ടോ. അതാണ് ഉമ്മാരുടെ ബോഡിയൊക്കെ നല്ല ഫിറ്റായിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഹൈവേയിലെത്തി. ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കുമാർഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോഴാണ് നമ്മൾ കുറേ പിള്ളേരെ കണ്ടുകൂട്ടിയത്. ഉമ്മാർ ഈ ഗ്രാമത്തിലേട്ടാ. ആദ്യമൊക്കെ ഉമ്മാർക്ക് ഭയങ്കര നാണമായി പോയിട്ടാ.